ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ പുഴയോരം റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുണ്ട്. പുഴയോരം കള്ളുഷാപ്പ്. നല്ല തിരക്കുണ്ട്. നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ഭക്ഷണം ഒരു 10 മിനിറ്റ് പോസ്റ്റായി. എല്ലാവരും ഒടുക്കത്തെ തിരക്ക്. നമ്മൾ പുഴയോരം ഷാപ്പിൽ വന്നിട്ട് ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം എത്ര മണിക്ക് എത്തുമെന്ന് അറിയില്ല. അതുവരെ നമ്മളിത് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് താറാവ്, ചിക്കൻ കൊണ്ടാട്ടം, അത് ചെമ്മീൻ, ചിക്കൻ കൊണ്ടാട്ട കാലി, തലക്കറി, പിന്നെ അതാ കപ്പൽ നിന്ന ഗണപതി, കുറച്ച് അപ്പോലും സാധനമെല്ലാം വരാനുണ്ട്. ഇങ്ങനെ പുഴയോരം ഷാപ്പിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. വളരെ നല്ല ഭക്ഷണമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നന്നായി കഴിച്ച് പ്ലേറ്റൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. പുഴയോരം ഷാപ്പിൻ്റെ സൈഡിൽ കൂടി വരുമ്പോൾ നമുക്ക് കറക്റ്റ് പുഴ കിട്ടും. നല്ല അടിപൊളി വെള്ളം, അടിപൊളി സെറ്റപ്പാണ്. സെറ്റപ്പ് നല്ല വളരെ നല്ല വൈബുണ്ട്. മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവുമായിരിക്കും. ഇപ്പം നല്ല രസമുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമുണ്ട്. അധികം വേസ്റ്റൊന്നും കാണാനില്ല. വേസ്റ്റൊക്കെ കുറവാണ്. പുഴയോരം ഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുഴയിലൊക്കെ ഒന്ന് പോയി നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. അടുത്തതായി ഞങ്ങൾ പോകുന്നത് തിരുനെറ്റിക്കല്ലിലേക്കാണ്. ജോസ്കരിയിലുള്ള തിരുനെറ്റിക്കല്ല് കാണാനാണ് അടുത്തതായി പോകുന്നത്. ഇവിടെ ജീപ്പ് ട്രക്കിങ്ങാണ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളെ കുറിച്ച് കാണാം. പുളിങ്ങോത്ത് പാലാണ്. ഈ പാലം കഴിഞ്ഞാൽ കർണാടക സ്റ്റേറ്റാണ്. നമ്മളിപ്പോൾ കേരള സ്റ്റേറ്റിലുള്ള എല്ലാവർക്കും അറിയുമായിരിക്കും. എങ്കിലും ഒന്ന് പോണ വഴിയിൽ നമ്മളുടെ വണ്ടി നിർത്തി അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് പുഴയിൽ. എന്നാലും വറ്റിത്തുടങ്ങി വേനൽക്കാലം ആയതുകൊണ്ട്. കാലം ഫുള്ള് കഴിഞ്ഞാൽ റിസർവ് ഫോറസ്റ്റാണ് കർണാടക. അപ്പോൾ അവിടെ പോകാൻ അനുമതിയില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു. ജീപ്പ് വരാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നുണ്ട്. ഇവിടെ ജീപ്പ് ഇതുവരെ എത്തിയുള്ള. ജീപ്പ് ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ജീപ്പിലാണ് അപ്പോൾ നമ്മൾ തിരുനെറ്റിക്കല്ല് പോകുന്നുള്ളത്. അപ്പോൾ ജീപ്പിലുള്ള എല്ലാവരും ഒന്ന് കാണാം. നമ്മളെ പേര് ചേട്ടാ? പ്രതിവേട്ടൻ്റെ ജീപ്പിലാണ് നമ്മളെ തിരുനെറ്റിക്കല്ല് വ്യൂ പോയിന്റിലേക്ക് പോകുന്നുണ്ട്. പ്രൈവറ്റ് വണ്ടികൾക്കും വരാം, പക്ഷെ കുറച്ച് പ്രയാസമേ ഉള്ളൂ. ജീപ്പിൽ വന്നുകൊണ്ട് നല്ല രീതിയിൽ വരാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ മുമ്പിൽ കാണുന്നതാണ് സ്ഥലം. അപ്പോൾ അത് കഴിഞ്ഞ് മുകളിലോട്ട് കയറാനുണ്ടെങ്കിൽ
നമ്മൾ വന്നപ്പോൾ കുറേ മലനിരകളും അസ്തമിക്കാനിരിക്കുന്ന സൂര്യനെയാണ് കണ്ടത്. അപ്പോൾ അസ്തമയം കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സമയം നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ എല്ലാവർക്കും അത് കാണാൻ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്, ആ തിരുനെറ്റിക്കല്ലിൻ്റെ മുകളിൽ വന്നിട്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. ഇത്രയും മുകളിലേക്ക് നമ്മൾ ജീപ്പിലെത്തിയോണ്ട് വലിയ പ്രയാസമില്ല, അല്ലെങ്കിൽ നല്ലോണം ക്ഷീണം പിടിക്കട്ടെ. അല്ലെങ്കിൽ കുറച്ച് മാത്രമേ നടക്കാനുള്ളൂ ജീപ്പിൽ വന്നതിന് ശേഷം. മുൻപ് നടന്നിട്ട് തന്നെയാണ്, കുറച്ചും കൂടി താഴ്ന്ന് നടന്നിട്ടാണ് വരുന്നത്. ഇപ്പോൾ റോഡെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സുഖമാണ് വരാൻ വേണ്ടിയിട്ട്. ഈ ഏണി കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ കയറുമ്പോൾ കുറച്ച് പ്രയാസം വരും. എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റുമെന്നറിയില്ല. എന്നാലും കുറച്ച് ഉയരത്തിനെ പേടിയുള്ളവർക്കെല്ലാം കുറച്ച് പേടിയുണ്ടാവും. നമുക്ക് എല്ലാവരും കയറിയില്ല, നമ്മൾ ഒന്നിച്ചാണ് എല്ലാവർക്കും കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പ്ലാസ്റ്റിക് ഇടുന്ന ബൂത്ത് നശിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന ലുക്ക് ഭയങ്കര ലുക്കല്ല, ഭയങ്കര ലുക്കാണ്. ബ്യൂട്ടി ഓഫ് നാച്ചർ, വൺ സെറ്റപ്പ്. ഇതാണ് എല്ലാവരും അവസാനം കയറ്റി. കുറച്ച് സമയം ഇവിടെ വിശ്രമിക്കാം. മല കയറുന്നതിനെക്കാട്ടും ചെയ്യാനാണ് പ്രയാസം. അപ്പോൾ ചില ആൾക്കാർക്ക് നല്ല പ്രയാസം അനുഭവപ്പെട്ടു ഇറങ്ങാൻ വേണ്ടി. സൂര്യനൊക്കെ അസ്തമിച്ചു, അതുകൊണ്ട് നമ്മൾ മല ഇറക്കുന്നു, നല്ല പോകുന്നുണ്ട്. ഇവിടെ തൊട്ട് നമ്മളെ സുരുച്ചേച്ചി നമ്മളെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ ചേച്ചിയാണ് തന്നെ എല്ലാ സ്ഥലത്തേക്കും നമ്മളെ വഴികാട്ടിയായിട്ട് വരുന്നത്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴൊക്കെ ഫുൾ ഇരുട്ടായി. അങ്ങനെ നമ്മളെ ജീപ്പിൽ പൊടിയാണ്, ഫുള്ള് പൊടിമണ്ണെല്ലാം പറന്നെല്ലാം കാണുന്നുണ്ട്. ജീപ്പിൽ അങ്ങനെ പോയി. നമ്മൾ നേരെ പോണത് കാർ വെച്ച സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് കാർ എടുത്തിട്ട് വേണം പച്ചില റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഇന്നത്തെ താമസം. നമ്മളെ വണ്ടികൾ ഇവിടെ എത്തി. നമ്മൾ പച്ചില റിസോർട്ടിലാണ് സ്റ്റേ. ഇവിടെ പണി നടക്കുന്നത്ര, ബാക്കി പണിയെല്ലാം പൂർത്തീകരിക്കാനുണ്ട്, അപ്പോൾ നടന്നുകൊണ്ടുണ്ട്. പിന്നെ അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് കളിച്ച് പാട്ടൊക്കെ പാടി കുറച്ച് എല്ലാവരും ഒന്നിച്ച് കുറച്ച് സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ നാളെ രാവിലേക്കുള്ള പ്രിപ്പറേഷനായി.